ഹലോ മച്ചാമാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു വേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഇത് എന്നും ഈവനിങ്ങിൽ എത്ര ടൈമിലാണ്? 7 മണിക്ക് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോയുടെ ടൈമും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കമ്മ്യൂണിറ്റി ടാബ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സമയം കറക്റ്റ് പറഞ്ഞത് 7 മണിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 7 മണിക്ക് വീഡിയോ ഇടാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പുറത്തുള്ള ഉള്ള ഓപ്ഷൻ കൊടുക്കുക. ബെല്ലൈക്കൺ നമ്മളടുത്ത് എല്ലാം കൂടെ അടിച്ച് പൊളിച്ചിട്ട് നമ്മളെ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുത്തണം നിങ്ങളുടെ ഫോണിൽ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചെറിയൊരു ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബ് ഓരോന്ന് കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് ഉയർത്തെഴുന്നേൽപ്പ് കൂടും, ശക്തി കൂടും. അപ്പോൾ നിങ്ങൾ അത് തന്നെ എല്ലാവരും നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണത്. അപ്പോൾ എൻ്റെ എല്ലാ മച്ചാന്മാർക്കും രഞ്ജൂസ് കല്ലടി കുടുംബത്തിനും ഹാപ്പി വിഷു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെയല്ല, നമ്മൾ കണി വെക്കാനുള്ള സെറ്റപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് പരിപാടി വെച്ചാൽ ഒക്കെ എടുത്തിട്ട് ഒന്ന് കഴുകി സെറ്റാക്കണം. നമുക്ക് ഇനി അതിലോട്ട് പരിപാടി നടക്കാം അല്ലേ? അപ്പോൾ നമുക്ക് കണി വെക്കാനുള്ള ഉരുളി എടുക്കാം. കഴിഞ്ഞ വിഷുവിന് നമ്മൾ എടുത്ത് വെച്ചതാണ്, വിഷു കഴിഞ്ഞിട്ട്. അപ്പോൾ അത് അതിൻ്റെ മേലെയുള്ളത് അതും കിണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കയറി എടുക്കാം. ഉരുളി കണ്ടുപിടിച്ചോ? ഉരുളി എടുത്തു ഗായ്സ്. നോക്കണം, കിണ്ടി എടുക്കട്ടെ. കിണ്ടി നാഴി കിട്ടി. അപ്പം നമുക്ക് വിളക്കെടുക്കാം. ഇനി വാ മോളെ. അപ്പോൾ മച്ചാൻ പറയാം, അപ്പോൾ നമ്മൾ ഇവിടെ ആട്ടാ, നമ്മൾ കൊല്ലപ്പം 3 വർഷമായിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ് കണി വെക്കാറ്. അപ്പോൾ കണി വെക്കേണ്ട സാധനങ്ങളൊക്കെ അത് ദീപണ്ണ് കഴുകി ഓരോന്നായിട്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇനി എല്ലാം കൂടിയും കൂട്ടിച്ചേർത്ത് നമ്മൾ ഇവിടെ ഇനി ഒരു അടിപൊളി കണി സെറ്റ് ചെയ്യും. അപ്പോൾ ദീപണ്ണും കൂടി വന്നിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുള്ളൂ. അപ്പോൾ ബാക്കി ഇനി കുറച്ചും കൂടി പരിപാടി ഉണ്ട്. തുളസീൻ്റെ ഇല മാത്രമേ ഉള്ളൂ. വെള്ളപ്പൂ ഒക്കെ വേണം. നമ്മളെ കിണ്ടിയിൽ വെള്ളമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ വെള്ളപ്പൂവാണ് ഇടേണ്ടത്. അതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ വെള്ളപ്പൂവൊന്നും കിട്ടാനില്ല. ഈ കൊല്ലാണെങ്കിൽ നമ്മളതിൽ കണിക്കൊന്നും ഉണ്ടായിട്ടില്ല. മരം കഴിഞ്ഞ കൊല്ലം വെട്ടിയിട്ട് പൂ കൊല്ലം ഈ കൊല്ലം ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് മണിയുണ്ടായിട്ട് എന്താക്കി കുറച്ച് പൂവൊന്ന് അച്ഛനും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ഇനി കുറച്ച് തുളസീൻ്റെ ഇല വേണം മാല കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ പറിക്കേണ്ടതെന്ന് ദീപപ്പെട്ടിട്ട് ചോദിക്കണം. അപ്പോൾ ഇനി തുളസീൻ്റെ ഇലയും കൂടിയും പറിച്ച് കഴിഞ്ഞ പരിപാടി ഏകദേശം കഴിഞ്ഞു. പിന്നെ എന്താക്കുക, പിന്നെ കണി ഇപ്പം എടുത്തു വെക്കുള്ളൂ. പിന്നെ നമ്മൾ പുലർച്ചെ എണീറ്റ് കുളിച്ച് മേലവിളക്ക് കത്തിച്ചിട്ട് ഒക്കെ സെറ്റാക്കി റെഡിയാക്കുള്ളൂ. പിന്നെ നമുക്കിനി എന്നാൽ കണി കാണുന്ന ടൈമിൽ നമുക്കിനി കാണാം. അപ്പോൾ ഇനി തുളസീൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ പറിച്ച് എല്ലാം സെറ്റാക്കി റൂമിൽ ആക്കിയിട്ട് എന്താക്കും, റൂമായിട്ട് അടച്ചിടും. പിന്നെ നിലവിളക്കൊക്കെ പുലർച്ചയ്ക്ക് കത്തിക്കും. കണി നമുക്ക് എല്ലാവർക്കും കൊണ്ട് ഒരുമിച്ചിട്ട് കാണാം. അപ്പോൾ പറഞ്ഞ പോലെ